അടുപ്പത്ത് ഞാൻ നോക്കാം. നീ വൈദ്യുതോടൊപ്പം എന്റെ സഹചരാതി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുകളിലേക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം. ഇപ്പൊ വേണ്ട, പിന്നെപ്പോൾ? എപ്പോഴും. എനിക്ക് ഒരു ജോലി കൂടി ശരിയാകണം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറപ്പ് തരുമോ? എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറുപ്പ്യ മതി. രാത്രി ഭഗവാനെ, കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കണ പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ മണി? ഒന്നുമില്ല. ഞാൻ അക്കരയെന്ന എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കണം. ഒന്ന് കാണണം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നേരമില്ല. ടൗണിൽ ബേക്കറിലെ ജോലി. എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? ചിലപ്പോ ഒരു പെണ്ണ് കാണല് കൂടെ ആവൂ. ആരും അങ്ങനെ എന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ, അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിക്കണുണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ. കുഞ്ഞിമാളോ, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്, പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20.
പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തേ? അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല. പിന്നെ ആ തള്ള പറയുമ്പോ പതുക്കെ ഇവിടെ കേൾക്കാൻ തക്കവണ്ണം ശബ്ദം മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച് ഞാൻ എന്റെ പാട്ടിന് പോവും. അച്ഛമ്മ എല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്. ഞാൻ പോയില്ല. എന്നെ പറഞ്ഞേക്കരുത്. ഞാൻ ആരെയും പറഞ്ഞേക്കുന്നില്ല. അത് പറഞ്ഞോണ്ടായില്ല. നിന്റെ വീട്ടുകാരൊന്ന് വിളിച്ചോണ്ട് പോകുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? ഞാൻ ദാസേട്ടന്റെ അമ്മയുടെയും കൂടെ കഴിഞ്ഞോളാം. കിടക്ക്. എനിക്ക് പുലർച്ചെ പോകണം. ആ വണ്ടി തെറ്റിയാൽ ഇന്റർവ്യൂ പോവും. ഒന്നും പോയില്ല. ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വീണ്ടും നിന്റെ നീലപ്പൂവിന്റെ കാര്യമായിരിക്കും നീ വിചാരിക്കുന്നത്. ഭഗവാൻ കണ്ണിൽ കാണിച്ചു തരുന്നല്ലേ. കിടക്ക്. വല്യമ്മ പിന്നെയും വന്നു. പോയിക്കോളൂ കുട്ടി. പറഞ്ഞു കേട്ടേന്ന്. അയാൾക്ക് ഇപ്പോഴെന്താ ഇത്ര മോശം? നമ്മളൊക്കെ ഒരു പ്രായത്തില് ആകാശത്തുനിന്ന് ദേവന്മാർ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചിരിക്കും. ഒന്നും ഉണ്ടാവില്ല. വന്നത് കളഞ്ഞതിന് അവനോട് തന്നെ പിന്നെ ദുഃഖം തോന്നും. എന്റെ കാര്യം നോക്കൂ. വീട്ടിൽ ഒരു മിനിറ്റ് ഇരിക്കാൻ എനിക്കിഷ്ടമില്ലാണ്ടായിരിക്കുന്നു. ഞാൻ എവിടെ പോകാൻ? ദാസയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. കുഞ്ഞുമോളൂ, വല്യമ്മ പറഞ്ഞത് കേട്ടോളൂ കേട്ടോ.